Hi friends, welcome back to Jisha B vlogs. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മെറ്റാഡാറ്റ നോട്ട് സേവ്ഡ് അല്ലെങ്കിൽ ദർ ഇസ് സം എറർ വൈൽ സേവിങ് അങ്ങനെയുള്ള കുറച്ച് എറേഴ്സ് ചിലർക്കെങ്കിലും വരാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്, അത് എങ്ങനെ റിസോൾവ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ എറർ വരുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഐദർ ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ മെറ്റാഡാറ്റ ടൈറ്റിൽ ടാഗ് ഡിസ്ക്രിപ്ഷൻ ഇതിൽ എവിടെയെങ്കിലും ആണ് ഇങ്ങനെയുള്ള എറർ വരാറുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റിസോൾവ് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ എറർ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ YT സ്റ്റുഡിയോയിൽ പോവാം. ഇതെന്റെ YT സ്റ്റുഡിയോയിൽ വീഡിയോസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വീഡിയോസിൽ ഞാനൊരു സാമ്പിൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നോർമലി എന്തെങ്കിലും എഴുതുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ടൈറ്റിലിൽ വരാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വരാം. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എറർ വരുന്ന സമയത്താണ് കാണിക്കാൻ പോകുന്നത്. റെസൊല്യൂഷൻ രണ്ടിനും സെയിം തന്നെയാണ്. തൽക്കാലം ഞാൻ എന്തൊക്കെയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുകയാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇടുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പൊ ഇനി സേവ് ചെയ്യാൻ പോവാണ്. സി there was a problem saving changes. അപ്പൊ ഇതാണ് എറർ വരുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സൈൻ ഇട്ടിട്ടുണ്ട്, കാണാമല്ലോ. ഈ ഒരു പെർട്ടിക്കുലർ സൈൻ, സോറി, ഈ സൈൻസ്, ഈ കാണുന്ന സൈന് യൂട്യൂബിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ മെറ്റാഡാറ്റ നോട്ട് സേവ്ഡ് അല്ലെങ്കിൽ there was a problem saving this എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈൻസിന് നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ സോൾവ് ആകും. ഇനി സേവ് ചെയ്ത് നോക്കാം. സി ഈ ഒരു പെർട്ടിക്കുലർ സൈനിന് യൂട്യൂബിന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ മെറ്റാഡാറ്റ എറർ എങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫെല്ലോ യൂട്യൂബേഴ്സിന് കൂടി ഷെയർ ചെയ്യുക. കൂടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനിയൊരു പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ക്വറീസ്, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റിൽ എഴുതി അറിയിക്കാം. കൂടാതെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എഴുതി അറിയിക്കുക. കാരണം കമന്റ്സിലെ ക്വറീസിനനുസരിച്ചാണ് ഞാൻ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.